بسم الله الرحمن الرحيم وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا صدق الله العظيم. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ 60-ാമത്തെ വാക്യമാണ് നാം സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കൾ, ഖുർആനിൽ നിന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈമാൻ വർദ്ധിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മധ്യപൗരസ്ത്യ പ്രദേശങ്ങളിൽ ധാരാളം പ്രവാചകന്മാർ അധികവും ആ ഭാഗങ്ങളിലാണ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെയായിരുന്നു ജനങ്ങൾ കൂടുതൽ ഉണ്ടായത്. അതുകൊണ്ടാണ് നബിമാർ അവിടെ കൂടുതൽ വന്നത്. ഈജിപ്ത്, അതിൻ്റെ പരിസരങ്ങൾ, അവിടെയും നബിമാർ വന്നതായി കാണാം. മൂസാ നബി അലൈഹിസ്സലാം ആ ഗണത്തിൽ ഏറ്റവും മുന്നിലുള്ള ഒരു വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രം സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മൂസാ നബിയെ, ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ആരാണ്? ഇന്ന് ഭൂമിയിൽ ഏറ്റവും വിജ്ഞാനമുള്ളത് ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ വിജ്ഞാനമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ അള്ളാഹുവേ, ആ വ്യക്തിയുടെ അടുത്ത് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ അങ്ങോട്ട് എത്തിച്ചു തരണമേ. മൂസാ നബി അലൈഹിസ്സലാം അത്രയും വിനയത്വമുള്ള ആളായിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാരെല്ലാവരും വളരെയേറെ വിനയത്വമുള്ളവരാണ്. വിനയത്വമുള്ളവർക്ക് വിജയമുണ്ട്, അഹങ്കാരമുള്ളവർക്ക് പരാജയവും. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അറിവ് പഠിക്കാൻ പുറപ്പെടുകയാണ്. അറിവ് പഠിക്കാൻ അഹങ്കാരം ആണ് പലപ്പോഴും തടസ്സമാവുക. ഒരു നബി ഇത്ര വിനയത്വം കാണിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്ര വിനയത്വം കാണിക്കണം? വിജ്ഞാനം തേടി ഖദർ അലൈഹിസ്സലാമിൻ്റെ സമീപത്തേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വേളയിൽ മൂസാ നബി അലൈഹിസ്സലാം ഒരു യുവാവിനെ സഹായത്തിന് വേണ്ടി കൊണ്ടുപോയി. കുറേ യാത്ര ചെയ്തപ്പോൾ ആ യുവാവ് ചോദിച്ചു, ഫത്ത എന്നാണ്, ഫത്തൻ, യുവാവ്, ബോയ്. അടിമ എന്ന് പറയുന്നതിന് പകരം, സെർവൻ്റ് എന്ന് പറയുന്നതിന് പകരം ബോയ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കൂടെ നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളെ ബോയ് എന്ന് വിളിക്കുകയാണ് വേണ്ടത്. അവരെ അടിമ എന്ന് വിളിക്കരുത്. അടിമത്വം നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച ഇസ്ലാം മതത്തിൻ്റെ ഒരു ശബ്ദമാണ്, ഒരു ശൈലിയാണ് ബോയ് എന്നത്. ആ യുവാവ് ചോദിച്ചു, ഈ യാത്ര എത്ര കാലമുണ്ടാകും? അറിവ് പഠിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ യാത്ര എത്ര കാലം നീളും? മൂസാ അലൈഹിസ്സലാം ആ യുവാവിനോട് പറഞ്ഞ മറുപടിയാണ്, ലാ അബ്റഹു ഹത്ത അബ്ലുഗ മജ്മഅ അൽ ബഹ്റൈൻ. രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു പോയിന്റിൽ, പേർഷ്യൻ കടലും റോമയുടെ കടലും അത് രണ്ടും സന്ധിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ ഈ യാത്ര തുടരും. ഔ അംളിയ ഹുഖുബ, അല്ലെങ്കിൽ ദീർഘമായ ഒരു കാലഘട്ടം കടന്നു തീരുന്നത് വരെ ഈ യാത്ര നീളും. എത്ര കാലം യാത്ര ചെയ്യേണ്ടി വന്നാലും അറിവ് പഠിക്കാൻ വേണ്ടിയുള്ള
ആ ഒരു ഉത്സാഹം എൻ്റെ മനസ്സിൽ ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു വാക്ക് ആധുനിക ലോകത്ത് മുതഅല്ലിമീങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിലെല്ലാവർക്കും ചിന്തിക്കാൻ വക നൽകുന്നൊരു ഘടകമാണ്. അറിവ് ലഭിക്കാൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും, എവിടെ പോകേണ്ടി വന്നാലും, എത്ര കാലം വിനിയോഗിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണ്. അത്തരം ആളുകൾക്ക് മാത്രമേ അറിവും വിനയത്വവും കൊണ്ട് അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ആയത്ത്, ഈ സൂക്തം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ധാരാളമായി നാം പഠിക്കണം. പഠിക്കാനുള്ള വഴിയാണ് യാത്ര ചെയ്യൽ. മറ്റൊന്ന്, കൂടുതൽ വിവരമുള്ളവരെ സമീപിക്കൽ. മൂസാ നബി അലൈഹി സ്വലാം അത് രണ്ടും ചെയ്തു. ദീർഘമായി യാത്ര ചെയ്യുന്നു. തന്നേക്കാൾ വിജ്ഞാനമുള്ള ഒരു വ്യക്തിയെ കാണാൻ പുറപ്പെടുന്നു. മജ്മഅൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഉന്നത വ്യക്തികൾ സംഗമിക്കുന്ന സ്ഥലം. ഒരു മഹാൻ മറ്റൊരു മഹാനെ കാണാൻ പോകുമ്പോൾ അവർ രണ്ടും സന്ധിക്കുന്ന ആ സ്ഥലത്തിന് വലിയ ബർക്കത്തുണ്ട്. കാരണം മുഅ്മിനായ മനുഷ്യൻ വേറൊരു മുഅ്മിനായ മനുഷ്യനെ കാണുമ്പോൾ അത് ഇബാദത്താണ്. ആ കണ്ടുമുട്ടുന്ന സ്ഥലം പുണ്യമുള്ള സ്ഥലമായി മാറുകയാണ്. വിജ്ഞാനം ലഭിക്കുന്ന കേന്ദ്രങ്ങൾക്ക് മഹത്വമുണ്ട്. അവിടെയാണല്ലോ ആലിമും മുതഅല്ലിമും സംഗമിക്കുന്നത്. ആ സ്ഥലത്തേക്ക് കുറേ നടന്നു. ആ നടത്തത്തിൽ ആ പ്രവാചകനോടൊപ്പം ആ യുവാവും കൂടെ നിന്നു. അങ്ങനെ നല്ല ആളുകളോടൊപ്പം നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ സഹകരിച്ചു കൊടുക്കാൻ സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഒരു പ്രേരണ കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഒരിക്കലും തന്നെ നമ്മുടെ യാത്രകൾ നമുക്ക് നഷ്ടമാവുകയില്ല. നാം ഉദ്ദേശിക്കുന്നത് വിജ്ഞാനമാണെങ്കിൽ നമ്മേക്കാൾ ബഹുമാനമുള്ളവരെ തേടിക്കൊണ്ടുള്ള യാത്രയാണെങ്കിൽ ആ യാത്ര തികച്ചും പുണ്യമാണ്. വിജ്ഞാനവും തഖ്വയുമുള്ള വിശിഷ്ട വ്യക്തികളെ കാണാനും അവരെ കണ്ടെത്താൻ ഉള്ള യാത്രകൾ നടത്താനും എല്ലാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.